എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ മനഃപൂർവ്വം നിരന്തരം അവഗണിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ നല്ലൊരു പാഠം പഠിപ്പിച്ച് നിങ്ങളുടെ വില അറിയിച്ചു കൊടുക്കാനുള്ള 5 ട്രിക്സുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ട്രിക്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഒരിക്കലും നിങ്ങളുടെ കയ്യിലെ കുറ്റം കൊണ്ടല്ല ആ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ആ വ്യക്തി മനഃപൂർവ്വമാണ് നിങ്ങളെ ഈ രീതിയിൽ അവഗണിച്ച് വേദനിപ്പിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് മാത്രമേ ഇതൊക്കെ അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലാതെ നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പിൽ ഒന്നും ഇങ്ങനെയുള്ള ട്രിക്സ് ഒന്നും ഉപയോഗിക്കരുത്. ആ ബന്ധമൊക്കെ കുളമാകും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ട്രിക്സ് എന്തൊക്കെയാണെന്ന്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സജഷനും കമൻസും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഒന്നാമതായിട്ട് ട്രീറ്റ് ദം ലൈക്ക് ആൻ ഓപ്ഷൻ ആൻഡ് മേക്ക് യുവർ സെൽഫ് എ പ്രയോറിറ്റി എന്നുള്ളതാണ്. അവരെ വെറും ഒരു ഓപ്ഷനായിട്ട് കാണുക. കുറേ ഓപ്ഷൻസ് ഉള്ളതിൽ വെറും ഒരു ഓപ്ഷൻ ആയിട്ട് മാത്രം അവരെ കാണുക. അതിൽ കൂടുതലൊരു പ്രാധാന്യം അവർക്ക് കൊടുക്കരുത്. ഒപ്പം തന്നെ നിങ്ങളെ നിങ്ങളുടെ ഹീറോയാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ അവർക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഒരു പ്രയോറിറ്റി ആയിട്ട് കണ്ടിരുന്നെങ്കിൽ അവരെ നല്ലൊരു പാഠം പഠിപ്പിക്കാനായിട്ട് നമ്മളവരെ ഡീപ്രമോട്ട് ചെയ്ത് വെറും ഒരു ഓപ്ഷനായിട്ട് കാണുക. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഭയപ്പെടുകയും നിങ്ങൾ അവരെ വിട്ടുപോകുമെന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ പുറകെ വരികയും ചെയ്യുന്നതാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ അത് മനസ്സിലാവും. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് ശമ്പളമേ കിട്ടുന്നുള്ളൂ. തന്നെയല്ല, ഓവർ ടൈം ചെയ്യിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് അഡീഷണലായിട്ട് ശമ്പളമൊന്നും കിട്ടുന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓഫീസിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ മാത്രമേ നിങ്ങൾക്ക് ജോലിയുള്ളൂ. മറ്റെവിടെ പോയാലും നിങ്ങൾക്ക് ജോലി കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജോലി നിങ്ങളുടെ ഒരു പ്രയോറിറ്റിയായി മാറുന്നു. നിങ്ങളുടെ ബോസിനും കൃത്യമായിട്ടറിയാം നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻസും ഇല്ല, ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ജോലി ചെയ്തോളും. അപ്പോൾ അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ശമ്പളം കുറച്ച് തന്നാലും ഓവർ ടൈം എടുപ്പിച്ചാലും ഒന്നും നിങ്ങൾക്ക് വേറെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. കാരണം ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അയാളുടെ തോന്നിവാസമായിരിക്കും അവിടെ നടക്കത്തുള്ളൂ. എന്നാൽ ആ സമയത്താണ് നിങ്ങൾക്ക് മികച്ച 5 കമ്പനികളിൽ നിന്നും ജോലിയുടെ ഓഫറുകൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ളതിനേക്കാൾ ഒരുപാട് ശമ്പളം കൂട്ടിത്തരാമെന്നും പറഞ്ഞ് 5 കമ്പനിയിൽ നിന്നും അവർ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കിങ്ങനെ മികച്ച 5 സ്ഥലങ്ങളിൽ നിന്നും ജോലി ഓഫറുകൾ വേറെ വന്നിരിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ഈ ബോസ് ഒന്ന് പതറും, അയാളുടെ കിളി പോവും. കാരണം അയാൾക്കറിയാം, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിലെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. നിങ്ങൾക്ക് പകരം വെക്കാൻ വേറെ ആളെ കിട്ടത്തില്ല. അത് തന്നെയല്ല, നിങ്ങളെല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു തീരാ നഷ്ടമാണ്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ സത്യത്തിൽ ആ ബോസിന് ആഗ്രഹമില്ല. പക്ഷേ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻസും ഇല്ല എന്നോർത്തിട്ടാണ് അയാൾ നിങ്ങളെ ഈ ഒരു കുറഞ്ഞ ശമ്പളത്തെ അവിടെ നിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അയാൾ പറയണത് കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അയാളുടെ മനോഭാവം എല്ലാം മാറും. കാരണം ബോസിന് നിങ്ങളെ അവിടെ ആ സ്ഥാപനത്തിൽ ആവശ്യമുണ്ട്, അവിടെ പിടിച്ചു നിർത്തിയേ തീരൂ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. അതിനുള്ള പവർ നിങ്ങൾക്ക് കിട്ടും. ഇത് തന്നെയാണ് റിലേഷൻഷിപ്സിലും സംഭവിക്കുന്നത്. നമ്മൾ ഒരാളെ ഒരു പരിധിയിൽ കൂടുതൽ ആശ്രയിച്ച് അയാൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ അയാൾ ഓർക്കും നമുക്ക് വേറെ ഒരു ഓപ്ഷൻസും ഇല്ല, അല്ല അയാളെ വിട്ട് നമ്മൾ ഒരിക്കലും പോകത്തില്ല. അപ്പോൾ അയാൾ നമ്മുടെ മേൽ പല രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും ഡിമാൻഡ്സും ഒക്കെ ചുമത്താനായിട്ട് തുടങ്ങും. പിന്നെ അയാളുടെ തോന്നിവാസം അയാൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. നമ്മളെ ഇതുപോലെ അവഗണിക്കാൻ തുടങ്ങും. നമുക്കൊരു വിലയും തരാതെ വരും. നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. എന്നാൽ അവിടെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്, അയാൾ മാത്രമല്ല, എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ വെറും ഒരു ഓപ്ഷൻ മാത്രമാണ്, എൻ്റെ ജീവിതത്തിലെ പ്രയോറിറ്റി ഒന്നും അല്ല നിങ്ങൾ, എൻ്റെ ജീവിതത്തിലെ പ്രയോറിറ്റി ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് തന്നെയാണ് ഞാനിവിടെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അയാൾ പിന്നെ നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് പുറകെ വരും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണറാണ് നമുക്കുള്ളതെങ്കിൽ, നമ്മുടെ ബന്ധത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ഒന്നും കാണിച്ചേക്കില്ല. ഇവിടെ ഞാൻ പറയുന്നത്, നമ്മളെ അവഗണിക്കുന്നവരെ പാഠം പഠിപ്പിക്കാൻ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു പൊസിഷൻ നമ്മൾ കളയേണ്ടതുണ്ട്. അവരെ നമ്മൾ ഡീപ്രമോട്ട് ചെയ്ത് വെറും ഒരു ഓപ്ഷനാക്കി തന്നെ മാറ്റണം. അപ്പോഴേ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു പദവി എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ, അതിൻ്റെ വില മനസ്സിലാവത്തുള്ളൂ, നമ്മുടെയും വില മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എങ്കിലും അവർ തിരിച്ച് നമുക്ക് വില തരത്തുള്ളൂ എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ, നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ഒരു വിലയും തരാത്ത രീതിയിലൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തിരിച്ച് പോസിറ്റീവായിട്ട് ഒരിക്കലും റെസ്പോൺസ് കൊടുക്കാൻ നിൽക്കരുത്. മറിച്ച് നമ്മൾ അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് എല്ലാം ഇഗ്നോർ ചെയ്യുക. ഒരു രീതിയിലുള്ള അറ്റൻഷനും അവർക്ക് കൊടുക്കരുത്. നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതോറും നമ്മൾ വീണ്ടും താന്നു കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർ വീണ്ടും നമ്മുടെ മുതുകത്ത് കയറുക. അപ്പോൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വാക്കായിക്കോട്ടെ, പ്രവൃത്തി ആയിക്കോട്ടെ, അത് നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. അങ്ങനെ നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവരോട് ദേഷ്യപ്പെടാനോ ചൂടാവാനോ ഒന്നും പോകണ്ട, അല്ലെങ്കിൽ മോശമായിട്ട് റിയാക്ട് ചെയ്യാനോ ഒന്നും പോകണ്ട. നമ്മുടെ ഒരു റെസ്പോൺസ് വളരെ വിവേകപൂർവ്വമായിരിക്കണം. നമ്മൾ വളരെ നിസ്സംഗതയോടെ അവരെ ഒന്ന് നോക്കുക. എന്നിട്ടൊരു പുച്ഛം നിറഞ്ഞ ചിരിയോടുകൂടി ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല എന്നുള്ള രീതിയിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. ഇവരുടെ ഡിസ്റെസ്പെക്റ്റിനും മിസ്ബിഹേവിയേഴ്സിനും ഒന്നും അറ്റൻഷൻ കൊടുക്കാതെ വരുമ്പോൾ
അവർ പിന്നെ മര്യാദയ്ക്ക് അങ്ങനെയുള്ള ഡിസ്റെസ്പെക്റ്റുകളൊക്കെ ഉപേക്ഷിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ ഇങ്ങനെ ഒരു നിസ്സംഗതയോടെ കൂടിയുള്ള ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിന് വളരെയധികം ശക്തി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്, നിസ്സംഗതയുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ഈ അഹങ്കാരമൊക്കെ തന്നെ പോകുന്നുള്ളതാണ്. പിന്നെ അവർ നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പേടിക്കും. ഇനി മൂന്നാമായിട്ട്, നിങ്ങളെങ്ങനെ അവഗണിക്കുന്നവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും എന്ന് ഭീഷണി മുഴക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവിടെ പേടിച്ച് പതറി അയ്യോ എന്നെ ബ്ലോക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് കാലെ പിടിക്കാനൊന്നും പോകരുത്. നിങ്ങൾ ബ്ലോക്ക് ചെയ്തോ, എന്നിട്ട് തോന്നുമ്പം നിങ്ങൾ അൺബ്ലോക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്തോളുക, അപ്പോൾ നിങ്ങൾ അൺബ്ലോക്ക് ചെയ്തോളുക. ഞാനായിട്ട് ഒരിക്കലും അങ്ങോട്ട് നിങ്ങളോട് അൺബ്ലോക്ക് ചെയ്യണമെന്ന് പറയത്തില്ല, അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാനും വരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞേക്കുക. ഇനിയിപ്പോൾ നമ്മളോട് പറയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിലും നമ്മളായിട്ട് ഒരിക്കലും അങ്ങോട്ട് പോയി ബെഗ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനോ ശ്രമിക്കരുതെന്നുള്ളതാണ്. അവർ നമ്മളെങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും നമ്മളെപ്പോഴാണ് കാല് പിടിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഏതൊക്കെ രീതിയിലാണ് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മൾ വേറെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ചെന്ന് വളഞ്ഞു പിടിച്ച് ഇവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ അവിടെ എല്ലാവരും നമ്മളെ ബ്ലോക്കാക്കിക്കൊണ്ടേയിരിക്കും. ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അവരവിടെ ബ്ലോക്കാവും. അപ്പം നമ്മളവിടെ തോറ്റു ഓരോ തവണയും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ ഒരു വഴി കൂടെ പോയി, ഇപ്പം വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഫേസ്ബുക്കിലൂടെ പോയി കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യാൻ പോകേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഒരു രീതിയിലും കോൺടാക്ട് ചെയ്യേണ്ട. അപ്പോൾ അവരെ ഫോണും വിളിക്കേണ്ട. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിരിക്കും. കാരണം അവർക്ക് നമ്മളോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളോട് കോൺടാക്ട് ചെയ്യാതിരിക്കാൻ അവർക്കും കുറച്ച് കഴിയുമ്പോൾ പറ്റാതെ വരും. അവർ തന്നെ ഈഗോ അവിടെ ഇല്ലാതെയാവും. അപ്പോൾ അവർ മര്യാദയ്ക്ക് തിരിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യും, അവർ തന്നെ അൺബ്ലോക്ക് ചെയ്യും, അവർ തന്നെ അവരുടെ പ്രവൃത്തിക്ക് സോറിയും പറയുന്നുള്ളതാണ്. നാലാമത്തെ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു പോയിൻ്റാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ബി വില്ലിങ് ടു വാക്ക് അവേ. അതായത് നമ്മളെ ഒരിക്കലും അർഹിക്കുന്ന ഒരു വില തരാത്ത, അല്ല അർഹിക്കുന്ന ഒരു പരിഗണന തരാത്ത റിലേഷൻഷിപ്സുകളിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പ് പോയാൽ പോട്ടെ എന്നുള്ളൊരു ഭാവം നമുക്ക്, ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വരണം എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മൾ ഓരോ സ്നേഹബന്ധത്തിന് പുറകെ അള്ളിപ്പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഇവർ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുന്നതും, അല്ലെങ്കിൽ നമുക്കൊരു വിലയും തരാത്തതും അവർ അഹങ്കാരം കാണിക്കുന്നു. കാരണം പലപ്പോഴും പലരും വിചാരിക്കുന്നത് എന്താണ്, അവരെത്ര മിസ്ട്രീറ്റ് ചെയ്താലും നമ്മളവിടെ തൂങ്ങിക്കിടക്കും, ഒരിക്കലും നമ്മൾ അവരെ വിട്ടിട്ട് പോകത്തില്ല, കാരണം അവരില്ലാതെ നമുക്ക് പറ്റത്തില്ല എന്നാണ് കരുതുന്നത്. അതുതന്നെയാണ് വാസ്തവം. പലർക്കും പങ്കാളി എത്ര മോശമായിട്ട് പെരുമാറിയാലും ആ പങ്കാളി ഇട്ടിട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം മാനസികമായിട്ട് വല്ലാണ്ടൊരു അറ്റാച്ച്മെൻറ്റും ബോണ്ടും വന്നിട്ട് എത്ര ക്രൂരത എന്നോട് ചെയ്താലും ഈ വ്യക്തി എനിക്ക് ഇല്ലാതെ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയെ തൂങ്ങിക്കിടക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് മണ്ടത്തരമാണ് കാണിക്കുന്നത്, ഒരുപാട് സഹിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് അത് ഉപേക്ഷിച്ചിട്ട് പോകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ മാച്ച് ദെയർ എനർജി എന്നുള്ളതാണ്. അതായത് നമ്മളെ അവഗണിക്കുന്നവർ ആ സ്നേഹബന്ധത്തിന് വേണ്ടി ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവരെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം, ആ ഒരു സ്നേഹബന്ധത്തിന് വേണ്ടി നമ്മുടെ സൈഡിൽ നിന്ന് ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മളെപ്പോഴും അവരെ വിളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അവരെ മീറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ ശ്രമിക്കരുതെന്നുള്ളതാണ്. ഇനി അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടും അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളൊന്നും ചെയ്യരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ചിലരുണ്ട് സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള പോസ്റ്റുകളും ഇടും അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാനായിട്ട്. അതുമല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോട് തന്നെ അവരെക്കുറിച്ച് അന്വേഷിക്കും, അല്ലെ അവരെ അന്വേഷിച്ചെന്ന് പറയണം എന്നൊക്കെ പറയും. അങ്ങനെ പല രീതിയിൽ അവരുടെ ശ്രദ്ധയെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ നമ്മൾ അവരുടെ ശ്രദ്ധ ഇങ്ങനെ മേടിച്ചെടുക്കാൻ നോക്കരുത്. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ എന്നുള്ളൊരു മനോഭാവമാണ് പലർക്കും. അവരൊരു പക്ഷേ നിങ്ങളെ നോക്കി അവിടെ ഊറിച്ചിരിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് കൃത്യമായിട്ടറിയാം അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാനാണ് നിങ്ങൾ ഈ പറഞ്ഞ സർക്കസുകളെല്ലാം കാണിക്കുന്നതെന്ന്. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള വില പിന്നെയും പോകത്തേയുള്ളൂ, അവർ നിങ്ങളെ പിന്നെയും പുച്ഛിക്കത്തേയുള്ളൂ. അവിടെ നിങ്ങളുടെ തന്നെ വില നിങ്ങൾ കളയുന്നു, നിങ്ങൾ തന്നെ ഒരു കോമാളിയാവുന്നു. അപ്പോൾ അവരുടെ ശ്രദ്ധയൊന്നും ക്ഷണിക്കാൻ നിങ്ങൾ പോകണ്ട. ഇല്ല, നമ്മുടെ ശ്രദ്ധ നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുക, ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുക. അങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ജീവിതമേ ഉള്ളൂ. അത് നമ്മളെ ഉപേക്ഷിച്ചവർക്ക് വേണ്ടി കരഞ്ഞു തീർക്കേണ്ട ഒന്നുമല്ല. അവർ പോവാണെ പോട്ടെ എന്ന് വെക്കുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. അതാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.